കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. കാക്കനാട് നിന്ന് കടന്നു വന്ന കർത്താവിനദാസൻ ജോയ്സ് ഓവർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് പ്രാരംഭമായി 2-3 ഗാനങ്ങൾ പ്രിയമക്കൾ പാടും. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. Dear God, Heavenly Father, we thank you for this wonderful evening that Thou hast granted into our life, Lord. We really bless your name and we glorify your name, Lord, especially in the life of our dear sister Grace, that she has expressed her willingness to obey the Lord in water baptism, and the assembly has decided today to baptize her in the water of baptism, Lord. Thank you for the commitment she has, Lord. And Lord, thank you for all the program that today going to happen, Lord. All the brothers, those who are going to sing a song, Lord, give them a grace through their song that our heart may be prepared, Lord. And your servant who is going to speak from your scripture also, Lord, I commit him to in your mighty hand, Lord. When he speak to us, as we are, today is the last Sunday of this calendar year, Lord, let his word touch our heart, and as we preparing ourselves to enter into 2026 with the new challenges, with new dedication, and willingly sacrificing all the hindrance in our life, and walking closer to the Lord in waiting of his second coming, Lord. Lord, thank you for this wonderful day, especially Brother Thomas and his family, Lord. Thank you for using them in mightily in the ministry, Lord. And thank you for their 3 daughters, Lord. They have been submitted their life to you, Lord. And today Sister Grace is going to witness you once again, Lord. I commit her into your mighty hand, Lord. Let your name be glorified alone only, Lord. And after baptism, Lord, every step of her life should be pleasing to you, Lord. Pleasing to you only. Lord, thank you for hearing our prayer, Lord. From the beginning to till end of this meeting, we commit into your mighty hand, Lord. Thank you for hearing our prayer. In Jesus Christ's name we give thanks and pray. Amen. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ എന്ന ഗാനം. നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, നിന്നകൃത്യം പരരൊക്കെയും പോക്കി, നിന്നകൃത്യം പരരൊക്കെയും പോക്കി, തിണ്ണവായി രോഗങ്ങൾ നീക്കി നന്നാക്കി, തിണ്ണവായി രോഗങ്ങൾ
നീക്കി നന്നാക്കി വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു, നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു. നവ്യമാക്കുന്നു നിൻ യൗവനമിന്ന്, നവ്യമാക്കുന്നു നിൻ യൗവനമിന്ന്. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം. ഭക്തരിൽ വാത്സല്യവാനവൻ നൂനം, ഭക്തരിൽ വാത്സല്യവാനവൻ നൂനം. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. പുല്ലിനു തുല്യമി ജീവിതം വയലിൽ, പുല്ലിനു തുല്യമി ജീവിതം വയലിൽ. പൂവെന്ന പോലിതു പോകും നീതുലവിൽ, പൂവെന്ന പോലിതു പോകും നീതുലവിൽ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും, തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും. തന്നുടെ ദാസർക്കും താൻ ദയ കാക്കും, തന്നുടെ ദാസർക്കും താൻ ദയ കാക്കും. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. നിത്യരാജാവിവ ഓർക്കുകിൽ സർവ, നിത്യരാജാവിവ ഓർക്കുകിൽ സർവ. സൃഷ്ടികളും സ്തുതിക്കും യഹോവ, സൃഷ്ടികളും സ്തുതിക്കും യഹോവ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. 313 പാട്ട് പാടാം. 3:1-3 ശ്രീയേശുനാമം അതിശയനാമം എനിക്കിമ്പനാമം. 313 പാട്ട്.
ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കിമ്പനാമം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണ തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവന. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമാ.
സത്യത്തിലതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. ഒഴിയാൻ നിത്യനാശം, കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാ. സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖ പ്രസാദം നിത്യം അവർക്കാഹ്ലാദം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും, വനവുമില്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനോ നിത്യനാ. വാട്ടം മാലിന്യം നാശം, ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കണ, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കാനിടയായിത്തീരുന്നത്. കർത്താവ് നൽകിയ വലിയ നിയോഗത്തോട് ഈ തലമുറയിലും അവസരം കാണിക്കുവാൻ, അനുസരണം കാണിക്കുവാനും സ്വർഗത്തിലെ ദൈവം നൽകിയ വിലയേറെ സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹാനിയോഗമാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് നൽകിയ ഈ വലിയ നിയോഗത്തിൽ കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യവും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. അപ്പോസ്തലന്മാർ എങ്ങനെ ഈ കൽപ്പനയോട് അനുസരണം കാണിച്ചുവോ അങ്ങനെ അനുസരണം കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ഞങ്ങൾക്ക് സഭയായി നൽകി. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരും അറിയുന്നത് പോലെ പ്രിയമകൾ ഗ്രേസിൻ്റെ സ്നാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ഇങ്ങനെ കൂടി വരുവാൻ ഇടയായിത്തീർന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായ ദൈവവചനം കേൾക്കാനുള്ള അവസരവും സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. അതിനായി നമുക്ക് ഏറെ സുപരിചിതനായ കർത്താവിൻ്റെ ദാസൻ ഷിബു കെ മാത്യു അവർ കടന്നു വന്നിട്ടുണ്ട്. തുടർന്നുള്ള 40 മിനിറ്റ് സമയം ദൈവവചനത്തിൽ നിന്ന് ദൈവദാസൻ നമ്മോട് സംസാരിക്കും. നാം പാടിയതുപോലെ ഈ വചനം കേൾക്കുവാൻ, കാക്കുവാൻ, അത് പ്രമാണിക്കുന്ന ഭാഗ്യവാന്മാരായി ഈ തലമുറയിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ സ്നാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രിയ തോമസ് അവറിൻ്റെ ബന്ധുമിത്രാദികളായി അയൽ സഭകളിൽ നിന്നും ഒക്കെ അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സഭയായി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷയ്ക്ക് അനുഗ്രഹത്തിനായി പ്രിയ കടാതിൽ നിന്ന് വന്ന ജെയിംസ് സഹോദരനും അതേ തുടർന്ന് കുന്നക്കുടിയിൽ നിന്ന് വന്ന VP ജോൺസൺ സഹോദരനും പ്രാരംഭമായി ചുരുക്കം പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രിയ ദൈവദാസൻ നമുക്ക് ആവശ്യമായ ദൂത് നൽകും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അതിപരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ, അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ, അവിടുത്തെ വചനമനുസരിച്ച് കേട്ട് അനുസരിച്ച് ജീവിപ്പാൻ ദൈവം തന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കാലാകാലങ്ങളായിട്ട് അവിടുത്തെ സുവിശേഷം കേൾക്കുവാനും അങ്ങനെ ദൈവമക്കളായി തീരുവാനും അടിയങ്ങൾക്ക് പിന്നെയും ഇങ്ങനെ ഒന്നിച്ചു കൂടുവാൻ ദൈവം ഇടയാക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ സ്ഥലം സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആവശ്യമായ എല്ലാ ദൈവകൃപയും അവർക്ക് കൊടുത്തു. അനുഗ്രഹമായ ഒരു കൂടിയൊരുവായിട്ട് ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ തോമസ് സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കുടുംബജീവിതം കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു. കഴിഞ്ഞ നാളുകളിൽ 2 കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനും അനുഗ്രഹത്തോടെ ആയിരിക്കാനും ദൈവം ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവമേ, പ്രിയ ഗ്രേസിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അനുസരിപ്പാനും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാനും ദൈവസഭയിൽ സാക്ഷ്യം പറഞ്ഞ് ആ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ ഇന്ന് ജലത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം പ്രിയ മകൾക്ക് കൊടുത്ത ആലോചനയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ആ വിധത്തിൽ അടിയങ്ങൾ ഇന്ന് കർത്താവെ കടന്നു വരുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ അടിയങ്ങളായിരിക്കുകയും ചെയ്യുന്നു. ദൈവകൃപ തരണമേ. പ്രിയ മകളോട് ദൈവം കരുണ കാണിക്കണമേ. ഏറിയ ദൈവകൃപയിലും അനുഗ്രഹത്തിലും പ്രിയ മകൾ ഈ ലോകത്ത് ജീവിപ്പാനും ദൈവനാമ മഹത്വത്തിനായിട്ട് ഒരു സാക്ഷിയായിട്ട് ആയിരിക്കാനായിട്ടും ദൈവം കൃപ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തനിക്കും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും എല്ലാം അനുഗ്രഹമായിട്ട് പ്രിയമകൾ ജീവിപ്പാൻ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ. ആ ശുശ്രൂഷ നടത്തുന്ന പ്രിയ ദൈവദാസനെയും കർത്താവിൻ്റെ കരങ്ങളിൽ വെക്കുന്നു. അനുഗ്രഹത്തോടെ ആയിരിക്കാനും ആ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാനും ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവരോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിങ്കൽ ഞങ്ങൾ ഇരിക്കട്ടെ. ആവശ്യമായ എല്ലാ ദൈവകൃപയും ഞങ്ങൾക്ക് തരണമേ. അനുഗ്രഹത്തോടെ ഈ ശുശ്രൂഷകൾ കഴിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങൾക്ക് മടങ്ങിപ്പോകുവാനായിട്ടും ദൈവം ഇടയാക്കണമേ. തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ പ്രിയദാസനെ അയച്ചിരിക്കുന്നു. ആ വചനം അടിയങ്ങൾക്ക് ശക്തിയോടെ കേൾക്കുവാനും കേട്ട വചനം അടിയങ്ങൾ അനുസരിപ്പാൻ കർത്താവ് കൃപ തന്ന് സഹായിക്കണമേ. ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് വചനം സംസാരിപ്പാനും കേൾക്കുന്ന വചനം അടിയങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനും പ്രിയ മകന് ആവശ്യമായ എല്ലാ സ്വർഗീയ അനുകൂലങ്ങളും അനുഗ്രഹങ്ങളും കൊടുത്ത് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും ഞങ്ങൾക്കായിട്ട് ജീവൻ വെച്ച് വേഗം വരുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ എളിയവർ താഴ്മേൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. പരിശുദ്ധ പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ കൂടിവരവിനായിട്ട് സ്തോത്രം. രാമമംഗലം സഭയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവജനത്തിന് ഇന്ന് രാവിലെയും ദൈവസന്നിധിയിൽ കൂടി വന്ന് അങ്ങേ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി കടന്നു വന്നിരിക്കുന്ന അനേകർക്കും അവരായിരുന്ന സഭകളിൽ കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാനൊക്കെ നൽകിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത് പാപത്തിൽ നിബന്ധിച്ചു പോയ ഞങ്ങളെ ആ പാപത്തിൽ നിന്ന് രക്ഷ നൽകി അവിടുത്തെ മക്കളാക്കി തീർക്കുവാനായിട്ടാണല്ലോ. അവിടുന്ന് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സകലനാമത്തിനും മേലായ നാമം ധരിച്ച് സ്വർഗത്തിൽ വാഴുകയാൽ സ്തോത്രം. അവിടുന്ന് നൽകിയിരിക്കുന്ന ആ വലിയ നിയോഗപ്രകാരം ഈ സഭയിലും സുവിശേഷം ഘോഷിക്കുവാൻ അവിടുന്ന് ഇടയാക്കി. പ്രിയ ഗ്രേസ് മോൾക്ക് അത് കേൾക്കുവാൻ, വിശ്വസിക്കുവാൻ, ഏറ്റുപറയുവാനുള്ള കൃപ നൽകി. അതിനായിട്ട് സ്തോത്രം. പ്രിയ തോമസ് സഹോദരനെയും കുടുംബത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ പ്രിയ കുഞ്ഞിൻ്റെ ജനനം മുതൽ അവളെ അത്ഭുതകരമായി പരിപാലിക്കുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൃപയിൽ വളരുവാൻ അവിടുന്ന് കൃപ നൽകി. അതിനായിട്ട് സ്തോത്രം. ആ മകൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനം ആവശ്യമാണെന്നുള്ള ബോധ്യം അവൾക്ക് നൽകി. അതിനായിട്ട് സ്തോത്രം. അത് കർത്താവ് നൽകിയ വലിയ കൽപ്പനയായിരിക്കാൻ സ്തോത്രം. അതിനോട് അനുസരണം കാണിപ്പാൻ കൊടുത്ത വലിയ മനസ്സിനായിട്ട് സ്തോത്രം.
കർത്താവ് ഇന്ന് ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി നടക്കുവാനായിട്ട് ഞങ്ങളിവിടെ കൂടി വന്നിരിക്കുന്നു. അവിടുത്തെ കൃപ ഓരോ ശുശ്രൂഷണമേലും പകരുന്നു. അതിനായിട്ട് സ്തോത്രം. വിശേഷാൽ തുടർന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാനായിട്ട് പോവുകയാണ്. വചനവുമായിട്ട് അവിടുത്തെ ദാസന് ഞങ്ങളുടെ മധ്യ അയച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഏറിയ നിശ്ചയത്തോടെ ഒന്നും മറച്ചു വയ്ക്കാതെ ഏറ്റവും അനുഗ്രഹകരമായി ദൈവകൃപയിൽ ആ വചന ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവനെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾക്കേവർക്കും അതൊരുപോലെ അനുഗ്രഹത്തിന് കാരണമാകുവാൻ സഹായിക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഇവിടെയുള്ള സഭയോട് ചേർന്ന് ഈ ഒരു കാര്യത്തിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഗ്രേസിൻ്റെ ബാപ്റ്റിസത്തിനോടുള്ള ബന്ധത്തിൽ അടിയങ്ങൾക്കും കുടുംബമായിട്ട് കടന്നു വന്ന് പങ്കെടുക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തെ വളരെ നാളുകൾ മുമ്പ് തന്നെ പരിചയമുണ്ട്. ഗ്രേസിനെ വളരെ ചെറുപ്പം മുതലേ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ ഇന്ന് കർത്താവിൻ്റെ മുമ്പാകെ ഇങ്ങനൊരു സാക്ഷിയായിട്ട് കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷീകരിപ്പാനായിട്ട് എടുത്ത തീരുമാനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ദൈവം അവളെ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അവളുടെ ജീവിതത്തിലൂടെ നിറവേറപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ സ്നാനത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു സന്ദേശമാണ് പറയാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള സഭ വേദവ്യവസ്ഥ പഠനത്തിൽ മുൻനിൽക്കുന്ന ഒരു സഭയായതുകൊണ്ട് സ്നാനം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം വളരെ വിശദമായിട്ട് ഗ്രേസ് മോള് അറിഞ്ഞു കാണും, അല്ലെങ്കിൽ അത് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അതുകൊണ്ട് അത് തന്നെ പിന്നെയും ആവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് കുറച്ച് പറയാനായിട്ട് എനിക്ക് താല്പര്യം. കാരണം ഈ സ്നാനമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് തീരും. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമാണ്. വിവാഹം ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് കഴിയും. എന്നാൽ അത് സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എല്ലാവരും കണക്കാക്കും. അത് പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ടത് അത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയുള്ള ജീവിതമാണ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. എന്നത് പറഞ്ഞതുപോലെ സ്നാനത്തിന് ശേഷം എങ്ങനെയായിരിക്കണം, എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് പെട്ടെന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കണം. അതുകൊണ്ട് ബന്ധത്തിൽ എനിക്ക് എബ്രായ ലേഖനത്തിൽ നിന്നാണ് ഞാനിന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം വലിയ പ്രസംഗിക്കുന്നതിനെക്കാട്ടിലപ്പുറമായിട്ട് ദിവസങ്ങളിലെ എബ്രായ ലേഖനത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ ശിഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ശിഷ്യനായിട്ട് തീരുമ്പോൾ, ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ ശിഷ്യനായിട്ട് ജീവിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ ആരായാലും, എഴുത്തുകാരൻ ആരായാലും നമുക്ക് പ്രശ്നമില്ല, വളരെ വ്യക്തമായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ പാത എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, ഓക്കെ, ആത്മീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അതിനുശേഷം സഭയിൽ വന്ന് കർത്താവിനെ ആരാധിച്ചു, അപ്പം മുറിച്ചു, അതോടുകൂടെ ഞാൻ ആത്മീയനായിട്ട് തുടരാം എന്നാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എന്നാൽ നമ്മുടെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ ഇവിടെ എഴുത്തുകാരൻ, എബ്രായ ലേഖനകാരൻ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് 1-ാം അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ ഓടിച്ച്, ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവവചനം ജസ്റ്റ് ആ വാക്യം വായിച്ചാൽ മതി, അത് നമുക്ക് പ്രയോജനത്തിന് കാരണമായി തീരും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, നമുക്ക് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കാം. ആരെങ്കിലും വായിച്ചാൽ നന്നായിരിക്കും.
അവിടെ ഈ എബ്രായ ലേഖനം ആരംഭിക്കുന്നത് തന്നെ ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ്. അപ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത്, അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അരുളി ചെയ്യുന്ന, അല്ലെങ്കിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ സംവേദനം ചെയ്യുന്ന ഒരു ദൈവം, അത് തലമുറകളായിട്ട് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അന്ത്യകാലത്തായപ്പോൾ അത് യേശുക്രിസ്തുവിലൂടെ തനിക്ക് പറയാനുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിച്ച് പറഞ്ഞു തന്നതാണ് എന്ന് ആണ് ലേഖനകാരൻ ഇവിടെ തുടങ്ങുന്നത്. അവിടെ പറയുന്നത് അതിൻ്റെ 3-ാമത്തെ വാക്യം. എന്നിട്ട് ഈ യേശുക്രിസ്തു ആരാണ് എന്നുള്ളത് സാരാംശമായിട്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യം. ആ ഓക്കെ. അപ്പോൾ ദൈവം ചെയ്ത കാര്യം, യേശുക്രിസ്തു ചെയ്തത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആൾ അനുസരിക്കുന്ന കാര്യമാണ് നമ്മൾ സ്നാനം എന്ന് നമുക്കറിയാം. അതിനേക്ക് ഞാൻ വിശദീകരണത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പം ഈ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്ന, ദൈവം നമുക്ക് പറഞ്ഞു തന്ന ദൈവം ആരാണെന്ന് മനുഷ്യർക്ക് 3 ഡയമെൻഷനിൽ നമുക്ക് തൊടാനും കേൾക്കാനും ഒക്കെ ഉള്ള അവസരത്തിൽ ദൈവം എന്ന് പറയുന്ന എങ്ങോ ഇരിക്കുന്ന ഒരാളല്ല, മറിച്ച് അതുകൊണ്ടാണ് ലേഖനകാരൻ പറയുന്നത് എന്താണ്, ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, കേട്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ സെൻസസ് കൊണ്ടും കാണാനായിട്ടും തൊടാനായിട്ടും ദൈവം എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മൾക്ക് കാണിച്ചു തരാനായിട്ട് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ അറിയുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളിലാണ് നമ്മൾ സ്നാനം എന്നുള്ളത്. നമ്മൾ മുമ്പേ ഓർത്തതുപോലെ അത് ചെയ്യാനായിട്ട് ഗ്രേസ്, ആ കാര്യം വിശ്വസിക്കാനായിട്ടും അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ദൈവത്തോട് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? അപ്പോൾ ഈ യേശുക്രിസ്തുവിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഈ ദൈവത്തോട് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? അത് 2-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കാം. ഓക്കെ, 2-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് അപ്പം ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഈ എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച കുറച്ച് യഹൂദന്മാർ എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അവർ കർത്താവിനെ അറിഞ്ഞു, എന്നാൽ കുറച്ച് നാൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കൂടെ ഈ വിശ്വാസത്തിൽ നിലനിന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അവർക്ക് ഈ ദൈവത്തോടുള്ള സ്നേഹവും അവർ ഈ പുതിയ കാര്യങ്ങളോടുള്ള ആ സമീപനത്തിലും ഒരു തണുപ്പും, ഇതിനേക്കാട്ടിലും നല്ലത് ഞങ്ങൾ വിട്ടുപോകുന്ന ആചാരങ്ങളും ഞങ്ങളുടെ ലേവ്യയാഗങ്ങളും ഞങ്ങളുടെ പുരോഹിതന്മാരും മോശയും ഒക്കെ ആണെന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച കുറേ പേരെ എൻകറേജ് ചെയ്യാനായിട്ട് അങ്ങനെ പോകരുതെന്ന് പറഞ്ഞാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് അവരൊക്കെ അറിയാം. അതുകൊണ്ട് എന്ന് പറഞ്ഞ് മുമ്പേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. അപ്പോൾ ഈ വിശ്വാസത്തിന് ചിലപ്പം ചില സമയത്ത് ക്ഷയം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ നമുക്ക് വളരെ ആവേശവും ഉത്സാഹവും ഒക്കെ കാണുമായിരിക്കും. എന്നാൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങ് തണുത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേഖനകാരൻ പറയാണ്, ഈ കാര്യം ദൈവം പറഞ്ഞ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ കേട്ടത്, നമ്മൾ മനസ്സിലാക്കിയത്, അത് കരുതിക്കൊള്ളുവാൻ. ഇംഗ്ലീഷ് ആരെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷിൻ്റെ ബൈബിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വായിക്കാം. ആ വാക്യം നല്ല രസകരമായിട്ട് ഇംഗ്ലീഷിൽ അത് പറയുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് കരുതിക്കൊള്ളാനായിട്ട് ആവശ്യമുണ്ട്. വി നീഡ് ടു പ്രിസേർവ് ഇറ്റ്, വി നീഡ് ടു ഗാർഡ് ഇറ്റ്.
നമ്മൾ കേട്ടത്, നമ്മൾ അറിഞ്ഞത് ഗാർഡ് ചെയ്യണം. ഗ്രേസിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് അത് തന്നെയാണ്. ഒരു കർത്താവിൻ്റെ ദാസൻ്റെ മകളെന്ന നിലയിലും ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ വളരെ നല്ലൊരു ആത്മീയ പൈതൃകമുള്ള സഭയിൽ വളരാനായിട്ടൊക്കെ അവകാശം ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജീവിതാവസാനം വരെ നിൽക്കുമെന്ന് ചിന്തിക്കരുത്. നമുക്കറിയാം എത്രയോ നമ്മുടെ തന്നെ കുഞ്ഞുങ്ങൾ ദൈവമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മുന്നറിയിപ്പായിട്ട് ലേഖനകാരനോട് പറയാണ്, അങ്ങനെ പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് കരുതിക്കൊള്ളണം. യു നീഡ് ടു ഗാർഡ് ഇറ്റ്. ഇനി അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യം. ഓക്കെ, അവിടെയും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഈ ശിഷ്യത്വം എന്ന് പറയുന്നത് ഈ ഗുരുവിൻ്റെ മുന്നേ അല്ലെങ്കിൽ പിൻപാകെ പോകുന്നതാണ്. അപ്പോൾ ഗുരുവായിരിക്കണം നമ്മുടെ മുമ്പിലെ ശ്രദ്ധാകേന്ദ്രം. വി ഷുഡ് ബി അവർ കോൺസെൻട്രേഷൻ, ദ മാസ്റ്റർ. അപ്പോൾ യേശുവിനെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ എല്ലാറ്റിലുപരിയായിട്ട് യേശുവിനെ നിങ്ങൾ നോക്കണം. കാരണം ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മറ്റുള്ളവരെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ നമ്മുടെ അതിനൊക്കെ ചിലപ്പോൾ ക്ഷയം സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അവരൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അവരുടെ ജീവിതം ഇങ്ങനെയാണല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. പക്ഷേ അവരെയല്ല നോക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ആരെയാണ്? യേശു ക്രിസ്തുവിനെ, നമ്മുടെ മഹാപുരോഹിതനും അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ഇനി അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ദ കമ്മിറ്റ്മെൻറ്റ് ദറ്റ് യു ആർ മേക്കിംഗ് ടുഡേ ഈസ് ടു ടിൽ ദി എൻഡ് ഓഫ് യുവർ ലൈഫ് ഓർ ടിൽ ഹി കംസ്. കർത്താവ് വരുവോളോ അല്ലെങ്കിൽ നമ്മൾ മരിച്ച് കർത്താവിനോട് ചേർക്കപ്പെടുകയോ ചെയ്യുന്ന സമയം വരെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ഇറ്റ് ഈസ് എ വെരി സീരിയസ് കമ്മിറ്റ്മെൻറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റ്മെൻറ്റാണ്. കർത്താവിനോടുള്ള അവസാനം വരെ അത് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യണം. ഇനി അതിൻ്റെ 4-ാം അധ്യായം 1-2 വാക്യം. ഇവിടെ ലേഖനകാരൻ പറയാണ്, ചിലർ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള അവർക്ക് അത് കേട്ടു അറിഞ്ഞു, പക്ഷേ അതവർക്ക് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. എന്തുകൊണ്ടാണ്? അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി. പറയുന്നത് നമുക്ക് കേൾക്കാനായി, ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് വളരെ അവസരങ്ങളുണ്ട്. എന്നാൽ കേൾക്കുന്ന എല്ലാ വചനവും വിശ്വാസമായി പരിണമിക്കാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ഭയപ്പെട്ട് അത് ആ രീതിയിൽ ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പരിണാമം ഉണ്ടാകാനായിട്ട് ഉള്ള സാധ്യത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിൻ്റെ ആലോചന നമുക്കുള്ളത്. കേട്ടത് വിശ്വാസമായി പരിണമിക്കുക. നമ്മൾ കേൾക്കുന്നതിൽ കൂടിയാണല്ലോ നമുക്ക് വിശ്വാസം വരുന്നത്.
ആ വിശ്വാസം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വിശ്വാസത്തിൽ വർദ്ധിക്കാനായിട്ട് ഇടയാകണം. അങ്ങനെ വിശ്വാസത്തിൽ വർദ്ധിക്കാനായിട്ട് ഇടയായില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ക്ഷയം സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അവിടെയാണ് ഓരോ ദിവസവും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ, യേശുക്രിസ്തുവിനായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വി നീഡ് ടു ഗ്രോ ഇൻ അവർ ഫെയ്ത്ത്. വാട്ട് എവർ വി ഹിയർ, ദൈവത്തിൻ്റെ വചനം എന്താണോ കേൾക്കുന്നത് അത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള പരിണാമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ അനുസരിക്കാതെ ഇരുന്നാൽ, വെൻ വി ഡോണ്ട് ഒബേ, ആ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, പരിണാമം വരുത്തുവാനായിട്ട് സാധ്യമല്ല. അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വിശ്വാസമാണ് ഞാനത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഗ്രേസ് എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ മദർ, എൻ്റെ വല്യപ്പൻ, അവർക്കൊക്കെ വലിയ വിശ്വാസമുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ നമ്മളും ആ വിശ്വാസത്തിൽ വളരണം. ഈ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കും ആ ബന്ധമുണ്ടാകണം. വി ഓൾസോ നീഡ് ടു എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. കർത്താവിനെ നമ്മൾ രുചിച്ചറിയണം. അത് വ്യക്തിപരമായിട്ട് രുചിച്ചറിയണം. ഒരു കേട്ടുകേൾവിയായിട്ട് മാത്രം ഇരിക്കരുത്. ഇപ്പോൾ ദൈവം കരുതും എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നാൽ ദൈവം എന്നെ കരുതി എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എൻ്റെ ആവശ്യങ്ങളിൽ ഞാൻ കർത്താവിനോട് എൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ കർത്താവ് അത് കേൾക്കുകയും എൻ്റെ ആവശ്യം നിവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് മാറി അതെൻ്റെ അനുഭവമായിട്ട് മാറും. അതാണ് വിശ്വാസം പരിണമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേസിൻ്റെ ജീവിതത്തിൽ ഈ കാര്യം, കേൾക്കുന്ന കാര്യം അനുസരിക്കുക. വെൻ യു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്, യു ഒബേ, ദെൻ ഇറ്റ് വിൽ ട്രാൻസ്ഫോം യു. ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഉത്സാഹിക്കുക. എന്തിനാ? ഈ അനുസരണക്കേട്, അതായത് ദൈവം പറയുന്ന കാര്യം അനുസരിക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ അനുസരിക്കാനായിട്ട് ഉത്സാഹിക്കുക. അത് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നു. ഇനി അതിൻ്റെ 13-14 വാക്യം. മതി, ആദ്യം അത് വായിക്കാം, പിന്നെ നമുക്ക് അടുത്ത് വരാം. ഇവിടെ ലേഖനകാരൻ ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ദൈവം ആരാണ്? അവിടെ പറയും, അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമ്മളെ കാണുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മുടെ ആന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. ഈ ഒരു ബോധ്യം ഉണ്ടായാൽ പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കവരെ നോക്കാം, അവരെന്താണ് ചെയ്യുന്നത്, എവിടെയാണ് പോകുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് അവരെ നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ അവർ നമ്മുടെ കൂടെ എപ്പോഴും ഇല്ല, കുറച്ച് നാളിന് ശേഷം അവർ പോവും. അപ്പോൾ അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങളോട്, എൻ്റെ മക്കളോട് തന്നെ, എൻ്റെ മോളോട് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ചിലപ്പോൾ മൂപ്പന്മാർ കാണത്തില്ല, സുവിശേഷകന്മാർ കാണത്തില്ല, ഞങ്ങളില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യം നിനക്ക് ഉണ്ടാകണം. അവനെ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. മൊബൈലിൽ ചെയ്യുന്നത് ചിലപ്പം ഞങ്ങൾക്ക് നമ്മളെ മറച്ചു വെക്കാനായിട്ട് സാധിക്കും. എന്നാൽ അത് കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ട്. ഗ്രേസേ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, there is a God who knows you, sees you, hears you and knows your motives. അത് ആയിരിക്കട്ടെ
എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കാനായിട്ടുള്ള വലിയൊരു കാര്യം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു 24 മണിക്കൂറും നമ്മുടെ പുറകെ ഒരാൾ നടന്ന് വീഡിയോ എടുത്താൽ എങ്ങനെയിരിക്കും? നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം വീഡിയോ എടുത്താൽ എങ്ങനെയിരിക്കും? ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? അതിനേക്കാട്ടിൽ അപ്പുറമായിട്ടുള്ള കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവനുമായിട്ടാണ് നമുക്ക് കാര്യം. അപ്പോൾ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റുമോ? ആൾക്കാരെ കളിപ്പിക്കാം, മൂപ്പന്മാരെ കളിപ്പിക്കാം, സുവിശേഷന്മാരെ കളിപ്പിക്കാം, അപ്പനമ്മമാരെ കളിപ്പിക്കാം. പക്ഷേ സകലവും കാണുന്ന, സകലവും അറിയുന്ന, സകലവും അവൻ്റെ മുമ്പിൽ മലർന്നതും നഗ്നതുമായിട്ട് കിടക്കുന്ന ഈ ദൈവത്തെ കളിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രമത്തിന് ഒരിക്കലും മുതിരരുത് എന്നുള്ളതാണ് ഓർപ്പിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം ഇനി 14-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ആ ആ ആ മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവം നമ്മളെ പിടിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളും മുറുകെ പിടിക്കണം. പിടിക്കുന്നതിലും മുറുകെ പിടിക്കുന്നതിലും നമ്മൾ വ്യത്യാസമുണ്ടല്ലോ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഈ കർത്താവിനെ മുറുകെ പിടിക്കാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകണം. അവന് ഒരു തലത്തിലും വിട്ടുപോകാതെ അവനെ മുറുകെ പിടിക്കാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകണം. ഇനി 16-ാമത്തെ വാക്യം പെട്ടെന്ന് നമുക്ക് വായിക്കാം. ആ ആ ആ ഓർക്കുക, നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഇതിന് മുമ്പുള്ള വാക്യങ്ങളൊന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ പറ്റുന്ന ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തക്ക സമയത്ത് കൃപ ലഭിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. വി നീഡ് ടു അപ്രോച്ച് ഗോഡ്. ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുക. മറ്റുള്ള എല്ലാവരെക്കാട്ടിലും മുമ്പ് ആദ്യം പോകേണ്ടത് എവിടെയാണ്? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും. പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, നമുക്ക് തന്നെ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളോട് സഹതാപം കാണിക്കുന്ന നല്ല മഹാപുരോഹിതൻ നമുക്കുണ്ട്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയിട്ട് ധൈര്യത്തോട് പോയിട്ട് ഈ പപ്പയോട് എന്ത് വേണേലും പറയാനുള്ള ആ ഫ്രീഡം നമുക്കുണ്ട്. അതുകൊണ്ട് പോയി കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുക. അതായിരിക്കും നമ്മളെ നിലനിർത്തുന്നത്. 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി, അടുത്തതാണ്, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനമായി തീർന്നു. അപ്പം നമ്മൾ അനുഗമിക്കുന്ന ഈ ക്രിസ്തു എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം സമ്പൂർണമായിട്ട് അനുസരിച്ചവനാണ്. അപ്പോൾ അവനെ അനുസരണമുള്ള ഈ പുത്രനെ നമ്മൾ പിൻഗമിക്കുമ്പോൾ നമ്മളും എങ്ങനെയുള്ളവരായിരിക്കണം? അനുസരണമുള്ളവരായിരിക്കണം. അപ്പോൾ ആ അനുസരണത്തിൽ ചിലപ്പോൾ വളരെ കഷ്ടങ്ങളുണ്ട്. എല്ലാം സുഗമമായി പോകണം എന്ന് നമ്മൾ കരുതാനായിട്ട് പാടില്ല. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീരണം. അനുസരണത്തോടുകൂടെ മുന്നോട്ട് പോവുക. ഇനി അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ വായിക്കാൻ സമയമില്ല. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: കട്ടിയായുള്ള ആഹാരം നന്മതിങ്ങളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുടെ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ. മറ്റൊരു തരത്തിൽ ഇവിടെ പറയുന്നത്, നമ്മൾ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കണം. വി ഷുഡ് ഗ്രോ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്. വി ഷുഡ് മെച്യൂർ ഇൻ സ്പിരിച്വൽ ലൈഫ്. ആത്മീയ പക്വതയിലേക്ക് നമ്മൾ വളരണം എന്നാണ് അവിടെ പറയുന്നത്.
അപ്പോൾ അത് എങ്ങനെയാണ് നന്മതിന്മകൾ എവിടെ പറഞ്ഞേക്കുന്നത്? നന്മതിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്താൽ അഭ്യസിച്ച പ്രായം തികഞ്ഞവർക്കേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും മനസ്സിലാക്കുകയും അതിൽ വളരുകയും നമ്മൾ ചെയ്യണം. 6-ന്റെ 2-ാമത്തെ വാക്യം. മുമ്പേ പറഞ്ഞ അതേ കാര്യം, പരിജ്ഞാന പ്രവൃത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. വി നീഡ് ടു കണ്ടിന്യൂ ടു ഗ്രോ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്. ഇവിടെ ഒരു കാര്യം ഞാൻ മുമ്പേ ഓർപ്പിച്ച അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ക്രിസ്തീയ ജീവിതത്തിന് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയുടെ പുരോഗതിക്ക് നമുക്കൊരു പങ്കുണ്ട്. അത് അത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുകയും അങ്ങനെ വളരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഇനി അതിൻ്റെ 15-ാമത്തെ വാക്യം. ദീർഘക്ഷമയോടെ ഇരുന്നു. അപ്പോൾ ഈ എബ്രായ വിശ്വാസികൾക്ക് പറ്റിയ എന്താണെന്നറിയാമോ? കുറേ നാൾ അവരിങ്ങനെ പോയി, പക്ഷേ അവർ വിചാരിച്ച പല കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഇത് വിട്ടേച്ച് പുറകെ പോയേക്കാം, പണ്ട് വിട്ട് വന്ന കാര്യമാണ് ഇതിനെക്കാട്ടി നല്ലതെന്ന് പറഞ്ഞു പോയി. അവിടെ ലേഖനകാരൻ പറയാണ്, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കണം. യു ഷുഡ് ഹാവ് പേഷ്യൻസ്. ദീർഘക്ഷമയോടെ ഇരുന്നാൽ എന്ത് പറ്റും? അത് വാഗ്ദത്ത വിഷയം നമുക്ക് പ്രാപിക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ 7-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഓക്കെ, അങ്ങനെ ഇനി അതിൻ്റെ 18-ാമത്തെ വാക്യം. നമുക്ക് ദൈവത്തോടടുക്കാനായിട്ടുള്ള എന്താണ് ഏറെ നല്ല പ്രത്യാശയെ നമുക്ക് തന്നിരിക്കും. അപ്പോൾ ഈ ദൈവത്തോട് അടുക്കാനായിട്ട് ഇതിനേക്കാട്ടിൽ അപ്പുറമായിട്ട് വലിയൊരു പ്രത്യാശ നമുക്കില്ല. ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം, ഈ മഹാപുരോഹിതനിലൂടെ ഏകവും ആയിട്ട് ചെയ്ത ആ യജ്ഞത്തിലൂടെയുള്ള ആ പ്രവേശനം നമുക്ക് ലഭിച്ചതുകൊണ്ട് ഇതിനേക്കാട്ടിൽ അപ്പുറമായിട്ട് ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോവുക. ഇനി അതിൻ്റെ 23-24 വാക്യങ്ങൾ. സദാകാലവും ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. അപ്പോൾ നമുക്കുള്ള ദൈവം, അല്ലെങ്കിൽ നമുക്കുള്ള ദൈവം ഇവിടെ കാണുന്നത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ട് ജീവിക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടിയുണ്ട്. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, അവനിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ഇനി അതിൻ്റെ 9-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഒരു മധ്യസ്ഥൻ. മുമ്പേ നമ്മൾ മഹാപുരോഹിതനുണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്. ദർ ഇസ് എ മീഡിയേറ്റർ ഫോർ us between God. നമുക്ക് നമ്മളോട് സഹതാപം കാണിക്കുന്ന, നമ്മളെ അറിയുന്ന ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇത് വിട്ടിട്ട് പോകാതെ നമ്മളെ സഹായിക്കാനായിട്ടുള്ള ഈ മധ്യസ്ഥൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരാം. 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം.
ഓക്കെ, അവിടെ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. നമ്മളത് ചിന്തിച്ചതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അവിടെ അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? 10-ാം അധ്യായം 7-ാം വാക്യം. നിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. പുത്രനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യമാണ് അത്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിവർത്തിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. യാഗങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, നിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. ലോർഡ്, ഐ കം ടു ഡു ദൈ വിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, അതെന്തോ ആയിക്കോട്ടെ, അത് ചെയ്യാനായിട്ട് കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതാണ് ഏറ്റവും ദൈവം സാധിക്കുന്ന ഒരു കാര്യം ഇവിടെ എന്ന് ഉള്ളത് നാം മറന്നു പോകാം. ഇനി അതിൻ്റെ 23-ാമത്തെ വാക്യം, 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. ശരി, അവിടെ പ്രത്യാശയുടെ സ്വീകാരം നാം പിന്നെയും ആ വാക്കാണ്, മുറുകെ പിടിച്ചു കൊള്ളുക. എന്നിട്ട് പറയാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞവൻ അവൻ വിശ്വസ്തനാണ്. അവനെ അനുസരിച്ചാൽ അവൻ വിശ്വസ്തയോടുകൂടെ നമ്മളെ പുലർത്തും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഇനി അതിൻ്റെ 24-ാമത്തെ വാക്യം. ഇവിടെ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ലേഖനകാരൻ പറയുന്നത്, ഈ നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ട് നടക്കേണ്ട കാര്യം മാത്രമല്ല. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ സഭയോടെ ചേരുന്നു. അതായത് നമ്മുടെ ചുറ്റും ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വിശ്വാസത്തിൽ വളരണമെങ്കിൽ കൂട്ടായ്മ ആത്യന്തികമാണ്, അല്ലെങ്കിൽ വേണം. വി നീഡ് ഫെലോഷിപ്പ്, വി നീഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളത് ഉപേക്ഷയായിട്ട് വിചാരിക്കുക. ചിലരങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ടാണ് അവർ പോകുന്നത്. കാരണം അവർ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവരുടെ ആ വിശ്വാസത്തിൽ നിന്ന് തണുത്തു പോകുന്നു. എന്നാൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നതാണ്. എന്തുകൊണ്ടാണ്? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ. അപ്പം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകേണ്ട കാര്യം എന്താണ്? കർത്താവിനെ ആരാധിക്കുക മാത്രമല്ല, മറിച്ച് അന്യോന്യം സ്നേഹത്തിലും സൽപ്രവർത്തികൾ ചെയ്യാനായിട്ട് അന്യോന്യം ഉത്സാഹിപ്പിക്കാനായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ സാക്ഷ്യമായിരിക്കാം, നമ്മുടെ അനുഭവമായിരിക്കാം, ഒക്കെ നമ്മൾ പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് ഉത്സാഹം തരും. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. എവിടെ പോയാലും എന്തു ചെയ്യണം? ഇങ്ങനെയുള്ള വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ കടന്നുപോയി അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൻ്റെ ആ വിശ്വാസത്തിൽ, ഉത്സാഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരണം. ഞാൻ മുന്നോട്ട് പോകട്ടെ, നമുക്ക് അധികം സമയമില്ലല്ലോ. ഇനി അതിൻ്റെ 11-ാം അധ്യായം നമുക്ക് പറയേണ്ട കാര്യമില്ല. വിശ്വാസത്തിൻ്റെ അനേകം വിശ്വാസ വീരന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ 12-ന്റെ 1-ാമത്തെ വാക്യം. ഓട്ടം സ്ഥിരതയോടെ ഓടുക, കൺസിസ്റ്റൻറ്റ്. ചിലർക്ക് പെട്ടെന്ന് ഉത്സാഹം കൂടും, കുറയും, ഉത്സാഹം കൂടും, കുറയും, ഉത്സാഹം കൂടും, കുറയും. അല്ലെങ്കിൽ ഒരു ക്യാമ്പിന് പോകും, ഉത്സാഹം അങ്ങ് കൂടും. അത് കഴിഞ്ഞ് ക്യാമ്പ് കഴിയുമ്പോൾ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഉത്സാഹം കുറയും. അങ്ങനെയല്ല, കൺസിസ്റ്റൻറ്റ്, സ്ഥിരതയോടുകൂടെ ഓടണം. അതിന് കർത്താവുമായിട്ടുള്ള ബന്ധം സ്ഥിരമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ തന്നെ എൻ്റെ 2-ാമത്തെ വാക്യം കൂടെ വായിക്കാം. യേശുവിനെ നോക്കുക. മുമ്പേ നമ്മൾ വായിച്ചു, യേശുവിനെ നോക്കുക. അവനാണ് നമ്മുടെ മോഡൽ, അവനാണ് പെർഫെക്റ്റ് മോഡൽ നമ്മുടെ മുമ്പിലുള്ളത്. ഇങ്ങനെയുള്ള അനേക ദൈവദാസന്മാർ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പോലും അവർക്കെല്ലാം പല പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്, സമ്പൂർണനായിട്ടുള്ള ആ ക്രിസ്തുവിനെയാണ് നമ്മൾ നോക്കേണ്ടത്.
അവനെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത്. അതുമാത്രമല്ല, അവിടെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ ആ ആ അപ്പോൾ അതിനകത്ത് വേറൊരു വാക്യം കൂടെ ഉണ്ട്. അവിടെയുള്ള അവരും അവരുടെ വിശ്വാസത്തെ നിങ്ങൾ പിന്തുടരുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ശരി, പോട്ടെ. ഇനി അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ആ വാക്കുകളൊക്കെ ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും. നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഒരു ഒരു ഇനീഷ്യേറ്റീവാണ് ഇതെല്ലാം കാണിക്കുന്നത്, ഉത്സാഹിപ്പാനായിട്ട്. പിന്നെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പിന്നെ 15-ാമത്തെ വാക്യം കൂടെ. അവിടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല വ്യക്തിബന്ധങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിക്കാനായിട്ട്. ചിലത് പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ആ കയ്പ് നമ്മുടെ ജീവിതത്തിൽ വന്ന് അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് പാടില്ല. എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം സമാധാനം ആചരിപ്പാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ മറ്റവരോടുള്ള കയ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അത് ചെയ്യാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? കരുതിക്കൊള്ളുവേൻ. വി നീഡ് ടു ഡു ഇറ്റ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി അതിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. 13-ന്റെ 1-2 വാക്യങ്ങൾ. അവിടെ പറയുന്നുണ്ട് മറ്റുള്ളവരെ സെർവ് ചെയ്യുക. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തുസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളതാണ്. സ്വയത്തിൽ നിന്ന് മറ്റുള്ളവരുടെ സേവനത്തിലേക്ക് അവൻ മാറും. പാപിയായിരുന്നപ്പോൾ സ്വയമാണ് മെയിൻ. എന്നാൽ ക്രിസ്തുവിനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ, ക്രിസ്തുവിനുള്ളവർ അവരുടെ മുൻഗണനയുള്ളവരായിത്തീരും. അവരെ ശുശ്രൂഷിക്കാനായിട്ട്, അവരെ കരുതുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇനി അതിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുക. ദൈവത്തിന് വചനം നമുക്ക് പറഞ്ഞു തന്നവരെ ഓർക്കണം, അവരെ ബഹുമാനിക്കണം, എന്നിട്ട് അവരുടെ നല്ല മാതൃകകളെ പിന്തുടരണം എന്നുള്ളത് മറന്നുപോയത്. 13-ാമത്തെ വാക്യം. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഏറ്റവും ദുർഘടമായിട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസത്തിൽ നിൽക്കുക. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വളരെ അപമാനകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ നിന്ദ ചുമക്കാനായിട്ട് തയ്യാറാകുക. അങ്ങനെ അവൻ പട്ടണവാതിക്കൽ നിന്ന് പുറത്ത് കഷ്ടം അനുഭവിച്ചതുപോലെ നമ്മളും ആ നിന്ന ചുമന്ന കഷ്ടം അനുഭവിപ്പാനായിട്ട് ശ്രമിക്കുക. അതിന് ദൈവം നമ്മെ സഹായിക്കും. ഇനിയും അതിൻ്റെ 15-ാമത്തെ വാക്യം. നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, മറ്റൊരു കാര്യം, സ്തോത്രം പറയുക, നന്ദി പറയുക. കർത്താവേ, നീ തന്ന എല്ലാത്തിനും നന്ദി, കർത്താവിന് നന്ദി. എല്ലാത്തിനും നന്ദിയോടെയുള്ളൊരു ആത്മീയ ജീവിതത്തിൽ വളരുമ്പോൾ സ്തോത്രം വളരണം. പിറുപിറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ്
കർത്താവിൽ വളരാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. 17-ാമത്തെ വാക്യം. ആ ആ ആ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും. സബ്മിറ്റ് ടു ദോസ് ഹു ആർ റൂളിങ് ഓവർ. അതും ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മളൊക്കെ വചനം പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള അധികാരികളെ അല്ലെങ്കിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നവരെ അനുസരിക്കുക അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് അതിൻ്റെ 20-ഉം 21-ാമത്തെ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. അവിടെ പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്ക് മഹത്വം. ആമേൻ. പ്രേയർ, ദിസ് ഈസ് മൈ പ്രെയർ ഫോർ യു ഓൾസോ. ഇതാണ് എൻ്റെയും പ്രാർത്ഥന. എന്താണ്? അവൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട്, എല്ലാ നന്മയിലും യഥാസ്ഥാനം തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നിന്നിലൂടെ നിവർത്തിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. അതിനെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതം ആത്യന്തികമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് ഇടയാകട്ടെ. നമ്മളിന്ന് കേട്ടത് നമുക്കുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ്. ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചത്. ഈ ലേഖനം ഒറ്റ ഇരിപ്പിനിരുന്ന് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ പ്രയോജനമുണ്ടാവും. അവിടെ ദൈവം ആരാണ്, നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്ത് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ അവസരം തന്നതിനായിട്ട് പ്രിയ സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. എബ്രായ ലേഖനം മുഴുവനും 40 മിനിറ്റ് കൊണ്ട് അത് നമുക്ക് വളരെ ക്യാപ്സ്യൂളായ രൂപത്തിൽ നൽകി എന്നുള്ളത് എത്ര മനോഹരമായി അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യമാണ് ഓർക്കുവാൻ ഇടയായിത്തീർന്നത്. ഒരു ശിഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക, ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിനെ പോലെ ആകുക. ആ വലിയ ആഗ്രഹത്തോടും ഉൾക്കാഴ്ചയോടും കൂടെ സ്വർഗത്തിലെ ദൈവം ജീവിപ്പാൻ നമുക്കെല്ലാവർക്കും ധാരാളം കൃപ നൽകട്ടെ. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ഒരു ദൈവമകനായിരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നാം ഓർക്കുകയായിരുന്നു. നാം സ്നാനപ്പെട്ടപ്പോൾ കർത്താവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനായി ജീവിക്കുന്നു, ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു എന്നുള്ള വലിയ ഉൾക്കാഴ്ചയോടുകൂടെ ജീവിക്കുവാൻ, മാതൃകയുള്ള ജീവിതം നയിപ്പാൻ, നാം ഓർത്തതുപോലെ മരണപര്യന്തം വിശ്വസ്തരായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ദൈവവചനം പറഞ്ഞ ദൈവദാസനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ സഭയായി അറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ശുശ്രൂഷയുടെ ഉണ്ട്. 26ാമത് ഒരു പുസ്തകം കൂടെ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ ദൈവദാസനിലൂടെ കൃപ ചെയ്തു. അതെല്ലാം നന്ദിയോടും കൂടെ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. വാമൊഴിയായി മാത്രമല്ല, അടുത്ത തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ വരമൊഴിയായി അത് രേഖപ്പെടുത്തുവാൻ, തലമുറകൾക്കത് വായിച്ച് പ്രയോജനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെയൊരു ക്രമീകരണം കൂടെ നൽകി എന്നുള്ളത് ഏറെ നന്ദിയോടെ ഓർക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മണ്ണൂർ രാമമംഗലം സഭകൾ ചേർന്ന് അനേക പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി, ഭാഗ്യം നൽകി. അത് വലിയ പദവിയായി കണക്കാക്കുന്നു. ആ ഒരു പുസ്തകം കൂടെ പ്രിൻ്റ് ചെയ്ത് ലഭിക്കാനിടയായി തീർന്നു. പുസ്തകം സ്തോത്രം ചെയ്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും യോഗാനന്തരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ പുസ്തകത്തെ സംബന്ധിച്ച് ചില വിവരണങ്ങൾ കർത്താവിൻ്റെ ദാസൻ വി പി പൗലോസുവരൻ ചാച്ചൻ പറയും. അതിനുശേഷം അതേയോർത്ത് പ്രിയ ടി കെ പൗലോസുവരൻ, മണ്ണൂരിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രിയ ടി കെ പൗലോസുവരൻ സ്തോത്രം ചെയ്യാൻ ഇടയായിത്തീരും. ഈ ശുശ്രൂഷയ്ക്കായി ദൈവദാസന്മാരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.
ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതത്ര എളുപ്പവുമല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ നാളുകളിലായിട്ട് ഈ വിഷയം പഠിപ്പിക്കാനുള്ളൊരു സാവകാശം ദൈവം തന്നു. കടാതി സഭയിലാണ് ഈ വിഷയത്തിൻ്റെ നല്ലൊരു പങ്ക് ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പിന്നെ ആ ക്ലാസ്സുകൾ തുടരുമ്പോഴാണ് ജൂലൈ മാസത്തിൽ എനിക്കൊരു രോഗം ബാധിക്കുകയും ക്ലാസ് തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ രോഗത്തിൽ നിന്നൊരു വിടുതൽ കിട്ടിയപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ പഠനം ഒന്ന് പൂർത്തീകരിക്കണമല്ലോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അത്യാവശ്യം സൗഖ്യം കിട്ടിയപ്പോൾ ഒരർത്ഥത്തിൽ ചില ആഴ്ചകൾ കുത്തിയിരുന്ന് ഈ എഴുത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എല്ലാം ബൈബിൾ ക്ലാസ് എടുക്കാൻ നോട്ട് എഴുതും, അത് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെയൊരു കാര്യം ചെയ്യാനായിട്ട് കർത്താവ് കൃപ തന്നത് നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനെയും എഴുതാം എന്നുള്ളത് ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ പഠിപ്പിക്കാനിടയായിട്ട് തീർന്നു. ഞാൻ വാട്ടപ്പാറ സഭയിലൊരു ക്ലാസ്സിന് പോയപ്പോൾ ഇത് വിഷയമാണ് പറഞ്ഞത്. പുസ്തകം കൊണ്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അസാധാരണമായ താമസമുണ്ടായി, കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച പോയ സ്ഥലത്തും കൊണ്ടുപോകാനായിട്ട് സാവകാശം ഉണ്ടായില്ല. ഇത് ഇന്നലെയാണ് പ്രിൻ്റ് ചെയ്ത് കിട്ടുവാൻ ഇടയായിട്ട് തീർന്നത്. 103 പേജുള്ള ഈ പുസ്തകം മടങ്ങാം മഹാനിയോഗത്തിലേക്ക്. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കിത് കൊണ്ടുപോയി വായിക്കാമല്ലോ. എന്നാൽ ഒരു കാര്യം ഒന്ന് എടുത്ത് പറയുകയാണ്. എന്തൊക്കെയാണ് മഹാനിയോഗം എന്ന് ചോദിച്ചാൽ അതിന് നൽകുന്ന 5 ഉത്തരങ്ങൾ നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ പറയുമെന്ന് എനിക്കറിയാം. പറയാവുന്ന ഒത്തിരി പേര് ഈ ക്ലാസ്സിൽ ഉണ്ട്. ആരെ കൊണ്ടും പറയിപ്പിക്കണ്ട എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഓരോ വാക്കുകളിൽ അതൊന്ന് വിരൽ മറക്കി പറയുന്നു. പോയി പ്രസംഗിക്കണം. വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മളത് കൃത്യമായി വായിക്കുന്നുണ്ട്. 2 സാക്ഷ്യം വഹിക്കണം. 3 സ്നാനപ്പെടുത്തണം. 4 പഠിപ്പിച്ച് ശിക്ഷപ്പെടുത്തണം. 5 പരിപാലിക്കണം. അപ്പോൾ ഇങ്ങനെ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മഹാനിയോഗത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇനി ഇതിനെ ഉപപിരിവുകളൊക്കെ ആക്കി തിരിക്കാമായിരിക്കാം. എന്നാൽ ഞാൻ അങ്ങനെയാണിത് വിഭജിച്ച് സാധാരണ നിലയിൽ പറയാറുള്ളത്. അപ്പോൾ ഞാൻ ഈ മഹാനിയോഗത്തെക്കുറിച്ച് ഒരു സത്യം ഒന്ന് വാക്യങ്ങളൊന്നും വായിക്കാതെ പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് വായിക്കാൻ ശ്രമിക്കുന്നത് ഏറെ പ്രയോജനകരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. യഥകൾ 3 കാര്യങ്ങളാണ് ഞാനതിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ ഹൃദയത്തിലുള്ളൊരു അഗ്നിയാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ അത് ഞാൻ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞ് ഈ പുസ്തകം തരാം എന്ന് വിചാരിക്കുകയായിരുന്നു. മഹാനിയോഗം വിശ്വസ്തമായി നിർവഹിക്കുന്നത് പാപികളെ പറുദീസയിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം മുഖാന്തരമായതാണ്. അപ്പം എന്തൊരു വലിയ കാര്യമാണത്. വേറെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ലോകത്തിൽ അനേക സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആരും സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ അനുഭവത്തിലേക്ക് പോവുകയില്ല എന്നുള്ളത് എത്ര ഗൗരവതരമായൊരു സത്യമാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടും പ്രധാനമായിട്ടും സ്ഥലം സഭകളായിട്ടും ഈ വലിയ ദൗത്യ നിർവഹണം ഏറ്റെടുക്കാനുള്ള അടിയന്തരമായ ആവശ്യമുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ സന്ദേശം ഏറ്റവും വ്യത്യസ്തമാണ്, മറ്റൊന്നിനോടും സാമ്യപ്പെടുത്തുവാൻ കഴിയാത്തതാണ്. ആളുകൾ നമ്മെക്കുറിച്ച് പുച്ഛമായി ചിന്തിക്കുകയോ ഈ സന്ദേശത്തെ അപലപിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അതൊന്നും നമ്മെ ബാധിക്കേണ്ട ആവശ്യമില്ല. ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. രണ്ടാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവരെ യേശുക്രിസ്തുവിലുള്ള തികവിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് ഈ മഹാനിയോഗ നിർവഹണത്തിലാണ്. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഞാനൊന്ന് പരാമർശിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ ദാസൻ എഴുതുന്നത്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. അപ്പോൾ കർത്താവ് ഈ പോയി പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഒക്കെ നിയോഗം നൽകിയ കൂട്ടത്തിൽ, അങ്ങനെ കൃപയിലേക്ക് വരുന്ന ആളുകളെ സ്നാനപ്പെടുത്താനായിട്ടുള്ളതായ കൽപ്പന കൊടുത്ത കൂട്ടത്തിൽ, നമ്മൾ സ്നാനപ്പെടുത്താൻ അങ്ങോട്ട് പോവുകയാണല്ലോ, ആ കൂട്ടത്തിൽ ഏൽപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്നാനപ്പെടുത്തി വിടാൻ പാടില്ല. ഇപ്പോൾ സ്നാനപ്പെടുത്തി വിടുന്ന ഒത്തിരി ആളുകളുണ്ട്. ചില ആളുകളുടെ അടുക്ക ചെന്നാൽ മതി, അവർ സ്നാനം നടത്തി വിടും. അത് ഈ നിയോഗത്തിൽ പെടുന്നതായ കാര്യമല്ല. പിന്നെയോ സ്നാനപ്പെടുത്തുന്നവരെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം ഈ പ്രസംഗിക്കാൻ പോണവരും ബൈബിൾ ക്ലാസ് എടുക്കുന്നവരും ഒക്കെ ചെയ്തോട്ടെ എന്ന് ഈ സദസ്സ് വിചാരിക്കുകയില്ലെന്നാണ് എൻ്റെ വിചാരം. കാരണം പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താനുള്ള ഈ നിയോഗം ഏറ്റവും അധികം നിർവഹിക്കപ്പെടേണ്ടത് നമ്മുടെ വീടുകളിലാണ്. അമ്മമാർക്ക് സഭയിൽ പഠിപ്പിക്കാനായിട്ട് അനുവാദമില്ല. പക്ഷേ അമ്മമാർക്ക് ദൈവം അവരുടെ കരങ്ങളിൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല ശിഷ്യരാക്കി രൂപപ്പെടുത്തി എടുക്കാനുള്ളതായ വലിയ ശുശ്രൂഷ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനിയോഗ നിർവഹണത്തിൽ ഞാൻ ഈ ഹോളിൽ നിന്നത് പറയുമ്പോൾ ഞാൻ ഈ രാമങ്കലത്ത് വന്നതിന് ശേഷമാണ് ഈ ശിഷ്യത്വത്തിൻ്റെ മഹത്വം കൂടുതൽ തിരിച്ചറിയുവാനിടയായി തീർന്നത്. ഇപ്പോൾ മുമ്പ് ഇതിൻ്റെ പ്രാധാന്യം ഒത്തിരി ഉൾക്കൊള്ളാതെ പോയല്ലോ എന്നുള്ളതായൊരു സങ്കടം ഒരർത്ഥത്തിലുണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതായ സന്തോഷവും ഒരു വശത്ത് ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഇവിടെയൊക്കെ നമുക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് തിരുത്തുവാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതൊക്കെ വൈകി മനസ്സിലാക്കിയാൽ പിള്ളേരുടെ വഴിയിൽ വളരും, പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് നൽകിയ മഹാനിയോഗത്തിൽ നമ്മുടെ വീട്ടിൽ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനുള്ളതായ ആവശ്യമുണ്ട്. നമുക്ക് പിള്ളേരുണ്ടാകുമ്പോൾ അവരുടെ വളർച്ചയൊക്കെ നല്ലോണം ശ്രദ്ധിക്കുമല്ലോ. ഏതെങ്കിലും കാര്യത്തിലൊരു ബുദ്ധിമുട്ട് കണ്ടാൽ കാഴ്ചയിലോ കേൾവിയിലോ സംസാരത്തിലോ ഒക്കെ ഒരു പോരായ്മ കണ്ടാൽ നമ്മൾ എന്ത് ഗൗരവമായിട്ടത് പ്രാർത്ഥിക്കും. നമുക്ക് ചെയ്യാവുന്ന അടിയന്തരമായ ചികിത്സ ചെയ്യാനിടയായിട്ട് തീരും. വേറെ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളിൽ ആത്മീകമായ ശരിയായ ലക്ഷണങ്ങൾ കാണാതെ വരുമ്പോൾ അത് നമ്മെ വേദനിപ്പിക്കാറുണ്ടോ? വളർച്ചക്കുറവുണ്ടല്ലോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനാപൂർവം ചെയ്യാനുള്ള കാര്യം ചെയ്യാറുണ്ടെങ്കിൽ സ്തോത്രം. ചെയ്യാറില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് മഹാനിയോഗത്തിൽ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് നിർവഹിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ സാധ്യത ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഈ അവതരണം അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്. കുഴഞ്ഞവരും ചിന്നിയവരുമായവരെ പരിപാലനത്തിൻ്റെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള നിയോഗം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒന്നിട്ട് റെഫറൻസ് ഒന്ന് പറയുന്നു. മത്തായി 9:36-38 വാക്യങ്ങൾ, സദൃശ്യ 11:14 വാക്യം, യോഹന്നാൻ 21:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇത് പറയുമ്പോൾ ഈ പാഠങ്ങൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ സ്പർശിച്ചൊരു സത്യം ഞാൻ എടുത്ത് പറയുകയാണ്. ഇത് മഹാനിയോഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന് അനേക വർഷങ്ങളായി തിരിച്ചറിഞ്ഞ് ഈ നല്ല വേലയ്ക്ക് പ്രാധാന്യം കൊടുത്തു പോകാൻ പല പതിറ്റാണ്ടുകളായിട്ട് ദൈവം കൃപ തന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ വളരെ വിനയത്തോടും നന്ദിയോടും കൂടെ ഓർക്കുന്നു. എന്നാൽ ഈ നോട്ടുകൾ കുറിക്കുമ്പോൾ ഓർത്തൊരു കാര്യം,
യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് 3 വട്ടം ഈ കാര്യം ആവർത്തിച്ച് പത്രോസിനോട് പറഞ്ഞ് ഫലമേൽപ്പിക്കുന്നുണ്ട്. വേറെ ഒരു കാര്യവും മഹാനിയോഗത്തിൽ പറ്റ മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിന് പ്രാധാന്യം കുറവാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു സ്ഥലത്ത് തന്നെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഏറ്റവും വിശ്വസ്തമായി നമ്മുടെ സഭകളിൽ നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് പ്രാർത്ഥനാപൂർവം ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. അത് ഫലകരമായിട്ടല്ല നിർവഹിക്കപ്പെടുന്നതെന്ന് വരികിൽ അതൊരു സാധാരണ കാര്യമായി കാണരുത്. വളരെ അടിയന്തിരമായി സാധിക്കേണ്ടുന്നതായ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. വിശദീകരണം കൂടാതെ ഞാനൊരു വാക്ക് ഓർപ്പിക്കുക. നേതൃത്വത്തിൻ്റെ തകർച്ചയിൽ വേദനയോടെ പ്രാർത്ഥിച്ച ഒരു സഹോദരിയെ നമുക്ക് പരിചയമുണ്ട്. ആർക്കെങ്കിലും പറയാമോ അവരുടെ പേര്? ഹന്ന. അന്നത്തെ നേതൃത്വത്തെ കണ്ടവൾ വളരെ വേദനിച്ചു. അവൾക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു പുരുഷപ്രജയ്ക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചപ്പോൾ ലക്ഷ്യവും പറഞ്ഞു, ഞാനവനെ ആർക്ക് കൊടുക്കും? ദൈവത്തിന് കൊടുക്കും. ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ദൈവത്തിന് അവനെ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ സമർപ്പണത്തിന് വിജയമാണ് ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് വായിക്കുന്നത്. ഏറ്റവും ഫലകരമായി നേതൃത്വം കൊടുക്കുന്ന ഒരു ശമൂവേൽ രൂപപ്പെടുവാൻ ഇടയായി തീർന്നത് ആ വീട്ടിലാണെന്ന് നമ്മൾ വിസ്മരിക്കുവാൻ ഇടയായിട്ട് തീരരുത്. അതുകൊണ്ട് ഈ വലിയ ഉത്തരവാദിത്തത്തിൽ വീട്ടമ്മമാർക്ക് വേറിട്ടുള്ളതായ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവാത്മാവ് നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഞാൻ ഈ തലക്കെട്ടിലൊരു പേര് കൊടുത്തിട്ടുണ്ട്, മടങ്ങാം മഹാനിയോഗത്തിലേക്ക്. നമ്മുടെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതുവരെ നന്നായി ചെയ്തെങ്കിൽ സ്തോത്രം. അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മടങ്ങി വരാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ചയാണിത്. നമുക്ക് മുമ്പിലൊരു വർഷം തന്നാൽ ഞാൻ ഈ മഹാനിയോഗ നിർവഹണത്തിൽ ഏറ്റവും ശരിയായി യഥാസ്ഥാനപ്പെടുമെന്നുള്ളതായ നല്ല തീരുമാനമെടുക്കാം. നമ്മുടെ സഭകൾക്കത് സാധിക്കട്ടെ. ഞാനൊരു വാചകം ഇങ്ങനെ പറയട്ടെ. മഹാനിയോഗം ഏറ്റവും കൃത്യമായി നിവർത്തിക്കുവാൻ ഒരു പ്രാദേശിക സഭയ്ക്ക് സാധിക്കുകയുള്ളൂ. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അത് ഉൾക്കൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ഇതിലേക്ക് മടങ്ങി വരുന്ന മനോഹരമായൊരു അനുഭവം ദൈവം തരുവാൻ ഇടയായിട്ട് തീരട്ടെ. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. നമ്മൾ പ്രാർത്ഥിച്ച ശേഷം പ്രിയ ജെരമ്യ ഈ പുസ്തകം ഓരോ കുടുംബത്തിനും തരുന്നതായിരിക്കും. അപ്പോൾ കിട്ടാത്തവർ ജെരമ്യയോട് ചോദിച്ചാൽ മതി, തരുന്നതായിരിക്കും. ഇതൊരു ഗിഫ്റ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും സന്തോഷത്തോടെ തരികയാണ്. അത് സ്വീകരിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ ഖത്തർ ദിവസത്തിൻ്റെ സായാഹ്നത്തിനാണ് സ്തോത്രം. പല സ്ഥലങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടി അവിടുത്തെ വചനത്തിന് മുൻപാകെ ഇരിക്കുവാൻ, അനുഗ്രഹീതമായ കൂട്ടായ്മയെ ആചരിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ച ഈ നല്ല സന്ദർഭത്തിനാണ് സ്തോത്രം. ഞങ്ങൾ ഓർത്തുപോലെ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ആ നല്ല കൂട്ടായ്മയെ ആചരിക്കുവാനായിട്ട് അടിയങ്ങളെ പല നിലകളിൽ ബലപ്പെടുത്തി ഈ വർഷാന്ത്യ നാളുകളിലേക്ക് ഇത്രയും ക്ഷേമത്തോടെ അങ്ങ് എത്തിക്കുവാനായിട്ടിടയായല്ലോ. അതിനായിട്ട് സ്തോത്രം. ഇവിടെയുള്ള സ്ഥലം സഭയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് അടിയങ്ങൾക്ക് ഇവിടെ കടന്നു വന്ന് സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുവാൻ, പിന്നാലെ ഇങ്ങനെ ഒരു കൂടിയിരിവ് രൂപപ്പെടുവാൻ
കർത്താവ് കൃപ ചെയ്തല്ലോ, അതിനാട് സ്തോത്രം. അവിടുത്തെ വലിയ ദാസനും ദാസിക്കും മക്കൾക്കും പ്രിയ സഹോദരങ്ങൾക്കെല്ലാവർക്കും ആട് സ്തോത്രം. ഈ സ്ഥലസഭയുള്ള ബന്ധത്തിൽ അങ്ങ് കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കൃപയ്ക്കായിട്ടും എല്ലാറ്റിനായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്ന തിരുവചന സത്യങ്ങൾ അനുസരിക്കുവാനായിട്ട് അടുത്ത തലമുറയെ അങ്ങ് കൊണ്ടുവരുന്നല്ലോ, വളർത്തുന്നല്ലോ. ആ ബോധ്യത്തിലേക്കും വെളിച്ചത്തിലേക്കും അവരെ നയിക്കുന്നല്ലോ, അതിനാട് സ്തോത്രം. ആ വചനം ഇന്നും സമൃദ്ധിയായി ഇവിടെ പ്രഘോഷിക്കുവാൻ, പഠിപ്പിക്കുവാൻ അവിടുത്തെ ബലപ്പെടുത്തി. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വലിയ ദാസൻ EP പൗലോസ്വനാട്ട് സ്തോത്രം. കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായിട്ട് കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ, പിൻപറ്റുവാൻ കർത്താവ് ബലപ്പെടുത്തിയതിനാട് സ്തോത്രം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായെങ്കിലും അവിടെയൊന്നും പതറാതെ തളരാതെ കർത്താവിനാട് ജീവിക്കുവാൻ, അധ്വാനിക്കുവാൻ അങ്ങ് ബലപ്പെടുത്തിയതിനാട് സ്തോത്രം. ആ തൂലികയിലൂടെ പല ഗ്രന്ഥങ്ങൾ ഇതിനകം തന്നെ ദൈവമക്കൾക്ക്, തലമുറകൾക്ക് പ്രയോജനപ്പെടുമാറ് അതേ പ്രിൻ്റ് ചെയ്യുവാനും ഇറക്കുവാനും പ്രസിദ്ധീകരിക്കുവാനും അവിടുന്ന് ബലപ്പെടുത്തി. അതിനാട് സ്തോത്രം. ഇപ്പോൾ കർത്താവ് ഒരു പുതിയ പുസ്തകം കൂടി ഈ വർഷത്തിൻ്റെ അന്ത്യനാളുകളിൽ പ്രസിദ്ധീകരിക്കത്തക്കവണ്ണം അത് എഴുതുവാനായിട്ട് ദാസനെ സഹായിക്കുകയും ഞങ്ങളെ സഭകളായിട്ട് അതിന് ബലപ്പെടുത്തുകയും ചെയ്യാനാട് സ്തോത്രം. മഹാൻ നിയോഗത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യം കർത്താവെ ദിനദാസനിലൂടെ അതേ ആ പുസ്തകത്തിലൂടെ പ്രസിദ്ധമാക്കുന്നുണ്ടല്ലോ. അത് വായിക്കുവാൻ, തിരിച്ചറിയുവാൻ, ക്രമപ്പെടുത്തേണ്ട മേഖലകൾ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ അത് വായിക്കുന്ന അനുവാചകരെ ഏവരെയും എന്നും ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകത്തോട് ബന്ധത്തിൽ നാളിതുവരെ കാണിച്ച എല്ലാ ദയയ്ക്കായിട്ടും എല്ലാ വിശ്വസ്തതയ്ക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ പുസ്തകം വരുന്ന നാളുകളിൽ എത്തേണ്ട കാര്യങ്ങൾ എത്തുവാൻ, അനേക സഹോദരങ്ങൾക്ക് അത് പ്രയോജനകരമായി തീരുവാൻ, അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ, അനേക സഭകൾ അതേ കർത്താവിൻ്റെ മഹാൻ നിയോഗത്തിലേക്ക് മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വന്ന് ആ പാന്താവിൽ മുന്നേറുവാനായിട്ട് ഈ പുസ്തകവും മുഖാന്തരമാക്കി അങ്ങ് തീർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ദാസനെ ഈ ഉദ്യമത്തിൽ ബലപ്പെടുത്തിയല്ലോ. തുടർന്നും അനുഗ്രഹീതമായിരിക്കുന്ന അനേക ഗ്രന്ഥങ്ങൾ ദൈവജനത്തിന് പ്രയോജനപ്പെടുമാറ് എഴുതുവാനും പ്രസിദ്ധപ്പെടുത്തുവാനും അങ്ങ് വരുവാൻ താമസിക്കുന്നെങ്കിൽ ആരോഗ്യവും ആയുസ്സും കൃപയും അങ്ങ് കൊടുത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ തിരുകരങ്ങളിൽ പരിമേൽപ്പിക്കുകയാണ്. ഈ പുസ്തകത്തെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമേ. തുടർ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. അവർക്കും ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ചില സ്റ്റാൻസുകൾ പാടാം. അതേ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ സാബു സോഹരൻ മുമ്പോട്ട് വന്ന്, വട്ടപ്പാറയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സാബു സോഹരൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. ആഹാരത്തിനായി രാമമംഗലം സഭയിലെ ജോണി സോഹരനും സ്തോത്രം ചെയ്യുന്നതാണ്. അതിനുശേഷം ആഹാരം കഴിഞ്ഞിട്ട് നമുക്ക് തമ്മാനമറ്റം കടവിലേക്ക് പോകാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രിയമക്കളോട് ചേർന്ന് നമുക്ക് ആ പാട്ടിൻ്റെ ചില വരികൾ പാടി സാബു സോഹരൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമായി നിൻ
കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹിദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹിദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അത്യന്തം മനോഹരമായിരിക്കുന്ന ഈ സമയം അങ്ങ് ഞങ്ങൾക്കായി തന്നല്ലോ. വിവിധയിടങ്ങളിൽ അങ്ങേ ആരാധിപ്പാൻ കഴിഞ്ഞ മണിക്കൂറുകൾ ഞങ്ങളെ അനുവദിച്ചു. പിന്നെയും ഈ സഭയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന സ്നാനശുശ്രൂഷയുടെ ബന്ധത്തിൽ ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വചനം സമൃദ്ധിയായി അങ്ങയുടെ ദാസൻ കൂടി ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. അവിടുന്ന് ആരായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ടുണ്ടാകുവാൻ തിരുമേനി ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ മഹത്വവും വലിപ്പവും അനേകരും ഇന്നറിയുന്നില്ല, എന്നാൽ ഞങ്ങൾക്കത് അറിയുവാൻ ഭാഗ്യം തന്നല്ലോ. ആ മഹത്വം കണ്ടുകൊണ്ട് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തിരുമേനി ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തിരുവഴുത്തിൽ കേൾക്കുകയായിരുന്നു. മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ മുറുകെ പിടിക്കുവാൻ, നോക്കേണ്ടവനെ വേണ്ടതുപോലെ നോക്കുവാൻ, ശ്രദ്ധിച്ചു നോക്കുവാൻ, പിൻപറ്റേണ്ട കാര്യം പിൻപറ്റുവാൻ കർത്താവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനം മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ എല്ലാവരോടും ആയിരിക്കാൻ കൃപ തരണമേ. കുറവുകളൊക്കെ പരിഹരിക്കപ്പെട്ട് കർത്താവിൽ കൂടുതൽ കർത്താവെ പ്രയോജനമുള്ളവരെ ജീവിപ്പാൻ എളിയവരെ അവിടെ നിന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ ഈ മഹാനിയോഗത്തിലേക്ക് മടങ്ങുവാൻ എളിയവരെ അധികം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന് എഴുതുവാനുള്ള കൃപ അങ്ങ് നൽകി, അത് വരമൊഴിയായി അങ്ങ് നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. എഴുതിയിരുന്നതായിരിക്കുന്ന തിരുവെഴുത്തുകൾ കർത്താവെ, അതിൽ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ ഞങ്ങൾക്ക് എഴുതി നൽകുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. അവിടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അത് വായിപ്പാനും കൂടുതൽ അങ്ങയോട് അടുത്തു വരുവാനും കൽപ്പന അനുസരിപ്പാനും തിരുമേനി ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന സ്നാന ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ചും പ്രിയ മകളെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അനേകർ കർത്താവിനനുസരിപ്പാൻ വിസമ്മതിക്കുമ്പോൾ പ്രിയ കുഞ്ഞിന് കൊടുത്ത വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേസിനേക്കാളും നല്ലത് എന്ന് ഞങ്ങൾ വായിക്കുന്നു. അങ്ങനെ നല്ലത് തിരഞ്ഞെടുപ്പാൻ പ്രിയ പൈതലിനെ സഹായിച്ചല്ലോ. പ്രിയ തോമസ് സഹോദരൻ കുടുംബത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ ഭയത്തിൽ കുഞ്ഞുങ്ങൾ വളരുവാൻ അവിടെ നിന്ന് അനുവദിക്കുന്നു, അതോർത്ത് നന്ദിയോടെ സ്തോത്രം. എളിയവർക്ക് തന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സ്ഥലം സഭയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇവിടെ ദൈവമക്കൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന, സ്ഥലസഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാവർക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ സ്നാനക്കടവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എളിയവരോട് കൂടെ അവിടെ നിന്ന് പോരുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ദാസന് ശുശ്രൂഷ നിർവഹിപ്പാൻ വേണ്ട എല്ലാ ബലവും കൃപയും കർത്താവ് നൽകിയാട്ടെ. മഹത്വം കർത്താവ് എടുക്കണമേ. കൃപകളാൽ നിറച്ചുകൊള്ളവേ. സകലവും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വ നാമത്തിൽ വിനയത്തോടെ ചോദിച്ചു കൊടുന്നു. കൃപയുണ്ടായി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.